ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്നാൽ ഇടയാക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഒരു കോയക്കില്ല, കോയക്കേനെ കൊണ്ട് ഒരു വറവാക്കാലോ വെച്ചിട്ടാണ്. അല്ല ഇനിയിപ്പോൾ എന്തെല്ലാം വേണ്ട വെച്ചാൽ തേങ്ങ ചരി വെച്ചിട്ടുണ്ട്, കോയക്ക് ഉള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ടും വേണം. അല്ല ഇതാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. കണ്ടാ ഇത് രണ്ടുമാണ്, ഇത് മൂന്നാണ് ഇതിന് വേണ്ടത്. പക്ഷേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ, കോയക്ക, ഉള്ളി മുറിച്ച് വറവിട്ട്. ഇതിപ്പോൾ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയുടെ അടുപ്പത്ത് വെക്കുക കേട്ടോ. ഉള്ളി ഇട്ടിട്ട് അടുപ്പത്ത് വെളിച്ചെണ്ണ ലേശം ഉള്ളി ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതാക്കാം കേട്ടോ. തീ കത്തിച്ച് അടുപ്പത്ത് വെക്കട്ടെ. ഈ ഉള്ളി വെളിച്ചെണ്ണ ഒട്ടിട്ട് ഉള്ളി അടുപ്പത്ത് വെക്കട്ടെ. ഇതുകൊണ്ടില്ലേ അടുപ്പത്ത് വെച്ചു, അത് അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് ചട്ടവും വേണം. ഇല്ലേ ഇപ്പം എനിക്ക് പിന്നെ ഇതെവിടാൻ പോകും കോയക്ക, ഒരു കോയക്കാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഉപ്പ് വേണം, മുളക് പൊടി വേണം. ഇതില്ല കുറച്ച് ഉള്ളി ഉണ്ടായാൽ കറി സൂപ്പറായി ഉണ്ടാകും. മുളക് പൊടി ഇട്ട് ഇതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ നമുക്കിത് ബാക്കി ചെയ്തേ വരും. ഇപ്പം നല്ലതായിട്ട് പോയി ഇതേ ബാക്കി വെക്കുകയുള്ളൂ. ബാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായിട്ടില്ല ഇതായി കോവക്ക വറവാണ്. അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് രുചിയാക്കുക. പിന്നെ കടുക് വറുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് വറുത്തിട്ട് കൊടുക്കും, വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കും. അങ്ങനെയുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ വാട്ടിയിട്ട് പിന്നെ വാട്ടിയിട്ട് തേങ്ങ നിർത്തിയിട്ട് വാങ്ങാൻ മതി. വേഗം നല്ല രുചിയോട് നേരനെ ഇരിക്കണം. കട്ടിയിലായിപ്പോയാലും പോകില്ല, നേരനെ തെറ്റണം. ആണല്ലേ, നേരനെ തെറ്റിക്കണ്ട. ഇതുപോലെ നേരനെ തെറ്റിച്ചിട്ട് ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കോവക്ക വറവാതിരിക്കും. രുചിയും പറയാൻ കഴിയില്ല, തിന്നാനും കഴിയില്ല. പക്ഷേ നമ്മൾ കടുവിട്ട് വറുക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ വെറുതെ വാട്ടുന്നതാണ്. വെള്ളമൊന്നും തൊട്ടില്ല, വെള്ളം എപ്പോഴും തൊട്ടില്ല. വെള്ളമെല്ലാം നമ്മളിങ്ങനെ വെട്ടിനോട് വാട്ടിട്ട് ആക്കണം. വാട്ടിട്ട് വരിക നമ്മൾ വെട്ടിനേര് വാട്ടണ പോലെ തന്നെ. പക്ഷെ വെളിച്ചെണ്ണ ഒരു വെട്ടിനെ ഇട്ടിട്ടെടുക്കുന്നില്ല, അത്ര മാത്രം.
കോയക്ക് വരണ്ട് വന്നു ഉണ്ടാകും. നല്ലോണം വെളിച്ചെണ്ണ വേണം, നല്ല വെളിച്ചെണ്ണ പറ്റുന്നുണ്ടാവും. എന്നാലും മാത്രമേ ഇങ്ങനെ കിട്ടില്ല, ഇല്ലെങ്കിൽ വേവിച്ചിട്ട് അങ്ങനെ ആക്കും. വേവിച്ചിട്ട് നമ്മൾ കടുവെല്ലാം അങ്ങനെ വറുത്തിട്ട് വേവിച്ചിട്ട് അതിനകത്ത് വറവിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. എന്നിട്ട് പിന്നെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ പറ്റും. ഇപ്പം ഞാൻ ഒന്നും ആക്കുന്നില്ല. ഇതിപ്പം ഇങ്ങനെ ആക്കിയിട്ട് ശേഷം തേങ്ങ ഇട്ട് ഉള്ളിയും ഇട്ടിട്ട് ആക്കിയിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിപ്പം ഇട്ടു കിട്ടുക. ഇത് അത്രയും നേർങ്ങനെ നല്ല നേർങ്ങനെ മുറിക്കാൻ. കട്ടിയിൽ മുറിച്ചാൽ വേവൂലേ ഇങ്ങനെ കാക്കുമ്പോൾ. കട്ടിയിൽ മുറിക്കരുത്, ഇങ്ങനെ നേർങ്ങനെ മുറിക്കണം. നേർങ്ങനെ മുറിച്ചിട്ട് പിന്നെ ബാക്കി എടുക്കുമ്പോൾ നല്ല കണ്ടീഷനായിട്ട് വരും. അതാണ് നല്ല അടിപൊളി ആയിട്ട് വന്നു. എന്താ നേരെ മുറിക്കണം. അധികം മൂട്ടും പോരെ കുഴക്ക മൂട്ട് കുഴക്കുന്നതിന് അത്ര ഉണ്ടാവും. കള്ളായി കുഴപ്പമില്ല. ഇല്ലേ കോയക്ക വറവ് റെഡി. നല്ല അടിപൊളി കോയക്ക വറവ് വേണ്ട വേണ്ട, നല്ല അടിപൊളി കോയക്ക വറവ് വേണ്ട. നല്ല ടേസ്റ്റിയാണ്, നല്ല രസമുണ്ടാവും. നല്ല അടിപൊളി കോയക്ക വറവ്. ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം. പിന്നെ ഹൈപ്പും കൂടി അടിക്കുക. ലൈക്ക് അടിക്കുമ്പം ഹൈപ്പ് വരും. ആ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചേക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വേറെ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നവരും നന്ദി, നമസ്കാരം.